ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ പുതിയ പ്രഭാത ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 42 വാക്യം. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. ഒരു യുവതിയുടെ മാതാപിതാക്കന്മാർ അവൾ ശിശുവായിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയി. അതിനുശേഷം മറ്റുള്ളവർ അവളെ സ്നേഹപൂർവ്വം സംരക്ഷിച്ചു വന്നു. അവളുടെ കുടുംബത്തിൻ്റെ ഒരു ആത്മസുഹൃത്താണ് അതിനുള്ള ചെലവെല്ലാം വഹിച്ചു വന്നത്. ആ കുട്ടി തന്നെ സാമ്പത്തികമായി സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആളിനെ അറിയത്തക്ക പ്രായമാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് സ്വന്തം ബിസിനസ് സംബന്ധിച്ച് യൂറോപ്പിലേക്ക് പോകേണ്ടി വന്നു. അദ്ദേഹം വിദൂരദേശത്തായിരുന്ന കാലമെല്ലാം മുടങ്ങാതെ അവൾക്ക് എഴുത്തുകൾ എഴുതുകയും അവളുടെ സകല ആവശ്യങ്ങൾക്കും പണം അയച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ ഒരു നിശ്ചിത ആഴ്ചയിൽ അദ്ദേഹം മടങ്ങി വരികയും അവളെ സന്ദർശിക്കുകയും ചെയ്യുമെന്ന് അവൾക്ക് അറിവ് ലഭിച്ചു. എന്നാൽ ഇന്ന ദിവസം വരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല. കാരണം തൻ്റെ ബിസിനസ്സിന് തടസ്സം കൂടാതെ എന്ന് പോരാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിന് നിശ്ചയമില്ലായിരുന്നു. ആ പ്രത്യേക ആഴ്ചവട്ടത്തിൽ ആ യുവതിക്ക് തൻ്റെ സ്നേഹിതരും ഒരുമിച്ച് പല ഉല്ലാസയാത്രകളിലും വിനോദ പരിപാടികളിലും പങ്കെടുക്കുന്നതിനുള്ള ക്ഷണം ലഭിക്കുകയുണ്ടായി. അതിൽ ഒരെണ്ണം അവൾക്ക് നിരാകരിക്കുവാൻ കഴിയാത്തവണ്ണം ആകർഷകമായിരുന്നു. അവൾ അതിന് പോയിരുന്ന സമയത്ത് അവളുടെ സംരക്ഷണത്തിൻ്റെ സകല ചുമതലകളും വഹിച്ചുകൊണ്ടിരുന്ന ആ മാന്യൻ വന്നു. അവൾ എവിടെ പോയിരുന്നു എന്ന് തിരക്കിയ ശേഷം സ്ഥലം വിട്ടു. അവൾ മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈപ്പടിയിൽ ഇപ്രകാരം എഴുതിയൊരു കുറിപ്പ് അവൾക്ക് ലഭിച്ചു. നിന്നെ സഹായിക്കുന്നതിനായി ഞാൻ വളരെ പാടുപെട്ടു. നിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഞാൻ എത്രമാത്രം ത്യാഗം സഹിച്ചു എന്ന് നീ അറിയുന്നില്ല. എനിക്ക് വേണ്ടി ഒരാഴ്ചയെങ്കിലും കാത്തിരിക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? തൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് അവൾക്ക് വളരെ ദുഃഖം തോന്നി. എന്നാൽ അവൾക്കുണ്ടായ നഷ്ടം പരിഹരിക്കാനാവാത്തതായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് ഒരിക്കലും അവൾക്ക് കേൾക്കാനിടയായില്ല. അറിയാതിരുന്ന അവളുടെ ജീവിതം അധികം താമസിയാതെ സാമ്പത്തിക ഭാരം മൂലം ദുരിതപൂർണമായി തീർന്നു. താൻ കാത്തിരിക്കാത്തതിനെക്കുറിച്ച് അവൾ പശ്ചാത്തപിച്ചു. പക്ഷേ അത് താമസിച്ചു പോയി. നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവായ യേശു തൻ്റെ പുനരാഗമനത്തിന് നാളും സമയവും നമ്മെ അറിയിച്ചിട്ടില്ല. എന്നാൽ അടിയന്തര സ്വഭാവത്തോടെ അവൻ പറഞ്ഞിട്ടുണ്ട്, ഉണർന്നിരിപ്പീൻ. ഇന്ന് അവൻ വരികയാണെങ്കിൽ അവൻ നമ്മെ നമ്മുടെ ലോകവ്യാപാരങ്ങളിലും വിഷയസുഖങ്ങളിലും ഒഴുകിയിരിക്കുന്നവരും അവനെ എതിരേൽപ്പാൻ തയ്യാറായി അല്ലാത്തവരും ഒരുപക്ഷെ അതിൽ സന്തോഷമില്ലാത്തവരുമായി ആണോ കാണുന്നത്? നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യാം. അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മെ ഒരുങ്ങാത്തവരായും വെറും കൈയോടും കാണുന്നുവെങ്കിൽ നാം എന്ത് സമാധാനമാണ് കർത്താവിനോട് പറയുന്നത്? പണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചതുപോലെ അവൻ ചോദിക്കും, എനിക്കായി ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? അതുകൊണ്ട് നാളും നാഴികയും അറിയായകയാൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്കും ഉണർന്നിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ വരവ് ഏത് സമയമാണെങ്കിലും കർത്താവെ ഒരുക്കത്തോടെ ഇരിപ്പാൻ തക്കവണ്ണം ഇന്നത്തെ വചനത്തിൻ്റെ കേൾവി ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഒരുക്കമുള്ളവരായി ഞങ്ങൾ കർത്താവിനെ എതിരേൽപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മാവും ഞങ്ങളുടെ ശരീരവും കർത്താവിനെ നോക്കിപ്പാർക്കുന്ന അനുഭവമുള്ളതായി തീരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.